അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവകരുണയുടെ ആത്മീയത ധ്യാനിക്കാം. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ സ്നേഹത്താൽ, ക്ഷമയാൽ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. പിതാവിൻ്റെ വത്സലപുത്രനായ ക്രിസ്തു ഈ ലോകത്തിന് നൽകിയ ഏറ്റവും മഹനീയമായ മാതൃകയും കരുണയുടെ മാതൃകയായിരുന്നു. അപരൻ അർഹതപ്പെട്ടവനല്ലെങ്കിൽ പോലും അവനോട് കാണിക്കുന്ന ദയയാണ് കരുണ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. സത്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതയാത്രയിലെ ഏറ്റവും മഹത്തായ സന്ദേശമാണ് കാരുണ്യത്തിലൂടെ ഭൂമിക്ക് നാം നൽകേണ്ടത്. കാരണം സ്വർഗസ്ഥനായ പിതാവ് നിരുപാധികം നമ്മോട് കരുണ കാണിക്കുന്നു. ഒരുപക്ഷെ ഈ പ്രഭാതം കൂടി കാണുവാൻ നാം അർഹരായി തീർന്നത് കർത്താവ് നമ്മോട് കാണിച്ച കാരുണ്യത്തിൻ്റെ വലിയ അടയാളമാണ്. നാം അർഹരായതുകൊണ്ടല്ല ദൈവത്തിൻ്റെ ഈ പുണ്യഭൂമിയിൽ നാം വീണ്ടും ജീവിക്കുന്നത്. അവിടുന്ന് നമ്മെ അത്രമാത്രം കരുണയോടെ കടാക്ഷിക്കുകയും കർത്താവ് നിരൂപാധികം നമ്മോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. പിതാവായ ദൈവത്തിൻ്റെ കൃപയുടെ മുഖം ദർശിക്കുവാൻ യോഗ്യരായി തീരാൻ നമുക്ക് വേണ്ട ഏറ്റവും വലിയ യോഗ്യതയും അവരിനോട് കരുണയോടെ ഇടപെടാൻ കഴിയുക എന്നതാണ്. അർഹതയില്ലാത്ത ഒരുപിടി ദാനങ്ങളും അനുഗ്രഹങ്ങളും നമ്മുടെ മേൽ നിരൂപാധികം ചൊരിയുന്ന ദൈവപിതാവിൻ്റെ മനസ്സ് ദൈവമക്കളായ നമുക്കുമുണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം ഈ പുണ്യഭൂമിയിൽ ഇന്നായിരിക്കുന്നത് കർത്താവിൻ്റെ കരുണയുടെ ബലത്തിലാണ്. അതുകൊണ്ട് തന്നെ നാം സകലരോടും കരുണ കാണിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. സ്വർഗം നമ്മോട് കാണിച്ച ആ കാരുണ്യത്തിന് നാം പ്രതിഫലം നൽകേണ്ടത് നമ്മുടെ സഹോദരങ്ങളിലൂടെയാണ്. മറ്റുള്ളവർക്ക് ദയയും സ്നേഹവും ക്ഷമയും പങ്കുവയ്ക്കുമ്പോൾ മാത്രമാണ് നാം ദൈവപിതാവിന് പ്രിയപ്പെട്ടവരായി തീരുക. നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നമുക്കായി നിലകൊള്ളുകയും നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും സ്വർഗം തുടച്ചു നീക്കുകയും ചെയ്യും. നിങ്ങൾ ഹൃദയപൂർവ്വം പൊറുക്കുന്നില്ല എങ്കിൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ കാരുണ്യത്തിന് നാം അർഹരല്ല തന്നെ. ഒപ്പം ഈ ഭൂമിയിൽ ദാനമായി സ്വീകരിച്ചതൊക്കെ പങ്കുവയ്ക്കുവാൻ ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുന്നു. പരിശുദ്ധമായ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്കും അർഹതപ്പെട്ടവരുമായി ദൈവം ദാനമായി നൽകിയവ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലൂടെ ദൈവത്തിൻ്റെ കരുണ ചൊരിയുവാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. ഒപ്പം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ നാം അർഹരായി തീരേണ്ടതിനും ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വന്തമാക്കി യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ആത്മീയത പകരാൻ നമ്മെ ബലപ്പെടുത്തണമേ എന്ന് യാചിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.